പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു പ്രതികരണത്തിലേക്കാണ്. സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയിൽ എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്നത്. ഇത് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കടക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുകയാണ്. അർജുൻ പീതാംബരനിലേക്ക് പോകാം വിവരങ്ങൾ നൽകാൻ. അർജുൻ, സ്വാഭാവികമായും വിലക്കയറ്റം ഉൾപ്പെടെ അതിരൂക്ഷമായ സാഹചര്യത്തിലേക്ക് ലോകം ഒന്നാകെ കടക്കുന്ന ഒരു നിലയാണ് നിലവിലുള്ളത്. അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും വലിയ നിലയിൽ ബാധിക്കുമെന്നതിന്റെ സൂചനകൾ ഇതാ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വരുന്നു. മുൻപ് തന്നെ ഈ എണ്ണ വാങ്ങൽ ഉൾപ്പെടെ അത് റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ സൂചനകൾ വന്നിരുന്നു. അതിന്റെ തുടർച്ചയിൽ കൂടിയാണ് ഈ പ്രതികരണമല്ലേ? അസിത, തീർച്ചയായിട്ടും സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യ പലവട്ടം ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഇപ്പോഴത്തെ സാഹചര്യം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ട് പോലും സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം, അതിലൂടെ ഒരു ആശങ്ക കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഇന്ത്യയുടെ വ്യാപാര അതുപോലെ തന്നെ ഊർജ്ജ മേഖലകളെല്ലാം തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം തന്നെ ഈ പറയുന്ന സംഘർഷ മേഖലകളിലൂടെയാണ് അതിൻ്റെ നീക്കുപോക്കുകൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതായത് വ്യാപാര ഊർജ്ജ വിതരണ ശൃംഖലകൾ ഈ പറയുന്ന സംഘർഷ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇറാന്റെ തീരുമാനം, അതെല്ലാം തന്നെ ഏത് തരത്തിലാണ് ഇന്ത്യക്ക് പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കപ്പൽ, ചരക്ക് കപ്പൽ, എണ്ണ കപ്പൽ, ഇതിനെതിരെയെല്ലാം തന്നെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഇത്തരത്തിൽ ഈ ഹോർമുസ് കടലിടക്കടക്കം അടയ്ക്കുന്നതിൽ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിനെതിരെ എങ്ങനെയാണ് ഇന്ത്യ ഒരു നിലപാട് എടുത്തിരുന്നത്, ആ നിലപാടിനൊപ്പം തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുള്ളത്. ഇത്തരം കപ്പലുകൾക്കെതിരെ, വ്യാപാര ശൃംഖലകൾക്കെതിരെ ആക്രമണം ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിലടക്കം ഇന്ത്യയുടെ ആശങ്കകൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം എണ്ണക്കപ്പലിൽ, അത് ഒമാൻ തീരത്ത് വെച്ച് എണ്ണക്കപ്പലിൽ ആക്രമണം ഉണ്ടാകുകയും അതിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് DG ഓഫ് ഷിപ്പിംഗ് ഇന്ന് രാവിലെയായിരുന്നു അക്കാര്യം സ്ഥിരീകരിച്ചത്. അതിലടക്കം ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ആശങ്ക എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എല്ലാ രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള കാര്യം, ഇതേ കാര്യങ്ങൾ നിർദ്ദേശമായി വിവിധ അംബാസഡർമാർക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ വിവിധ രാജ്യങ്ങളിലായിട്ടുള്ള കോൺസുലേറ്റുകൾക്കും എംബസികൾക്കും നൽകിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൂടിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചാണ്. അതായത് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം, ഇറാൻ ആയാലും ഇസ്രായേലും അതിനപ്പുറത്തേക്ക് GCC UAE നിരവധി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണുള്ളത്. ഇവരുടെ എല്ലാം സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ ശാന്തമാകാൻ വേണ്ടി നയതന്ത്രത്തിലൂടെയും അതുപോലെ തന്നെ ചർച്ചയിലൂടെയും കാര്യം പരിഹരിക്കണമെന്നും അതിനുവേണ്ടി ഇന്ത്യയിലാകുന്ന സഹായങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.